ടാറ്റയുടെ ഹാരിയർ ഇ വി ആണ്. ഓക്കെ, ഹാരിയർ ഇ വി വന്നു. മഹീന്ദ്രയുടെ ഇ വികൾ പേടിക്കേണ്ടതുണ്ടോ? ഇതിനെന്താണ് ആ വണ്ടികളുമായിട്ടുള്ള വ്യത്യാസം? അതല്ലെങ്കിൽ എന്താണ് ഹാരിയറിൻ്റെ USP ആവാൻ പോകുന്നത് പറയാം. ക്വാഡ് WD എന്ന് വെച്ചാൽ ഡുവൽ മോട്ടറുള്ള ഓൾ വീൽ ഡ്രൈവ് ആണ് ഹാരിയർ ഇ വി. ഇതാണ് ഇന്ത്യൻ നിർമ്മിത ആദ്യ ഇലക്ട്രിക് ഓൾ വീൽ ഡ്രൈവ്. മഹീന്ദ്രകൾ പേടിക്കേണ്ട വണ്ടിയെന്ന് ഹാരിയറിന് പറയാൻ ഈ ഒരൊറ്റ കാരണം മതി. BLDC മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും കൂടാതെ 75 kWh 65 kWh ബാറ്ററി പാക്കും. ടാറ്റ C75 റേഞ്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ 480 കിലോമീറ്റർ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് 600 കിലോമീറ്ററിൻ്റെ പുറത്ത് വരെ റേഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. ഓക്കെ, ഈ വണ്ടി എന്ന് പറയുന്നത് 6.3 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത എടുക്കാൻ കഴിവുള്ള വണ്ടിയാണ്. എന്ന് വെച്ചാൽ 400 bhp തുല്യമായിട്ടുള്ള ഒരു പവർ ഉണ്ട്, 503 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്കും ഉണ്ട്. ലാൻഡ് റോവറുമായിട്ടുള്ള സാമ്യം എന്തായാലും ഹാരിയർ ഉണ്ടല്ലോ, അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ IRVM എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറ കൂടി വെച്ചിട്ടുണ്ട് മുകളിൽ, സെയിം ലൈക്ക് ലാൻഡ് റോവർ. അതുകൂടാതെ ഇതിൽ DVR കൂടിയുണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും JBLൻ്റെ സ്പീക്കർ സിസ്റ്റവും അതുപോലെ സാംസങ്ങിൻ്റെ QLED ഉള്ള ഡിസ്പ്ലേ ഒക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, വണ്ടി ഓടിക്കുമ്പോൾ കുറിച്ച് കൂടുതൽ പറയാൻ കുറേ കാര്യങ്ങൾ പറയണം, ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഹാരിയർ ഇ വി ആയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു റോഡ് കാർ, നമുക്ക് പരിചിതമായിട്ട് റോഡ് കാർ EV ആയിട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓൾ വീൽ ഡ്രൈവും റേഞ്ചുമാണെങ്കിലും അതല്ലാത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്പേസാണ്. ബൂട്ടിലാണെങ്കിലും ഇരിക്കാനാണെങ്കിലും ഒക്കെ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ 4 വീലുകളിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും ഉണ്ട്. സോ റൈഡിലും മികച്ച വണ്ടിയായി തന്നെ ഹാരിയർ കാണാം. ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് കാണാമെന്നേ പറയാൻ പറ്റുള്ളൂ. 21,49,000 രൂപയാണ് എൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ്. ഓക്കെ, അത് ഡുവൽ മോട്ടറല്ല, സിംഗിൾ മോട്ടറാണ്. എന്നാലും എനിക്ക് തോന്നുന്നു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ഇപ്പോൾ മഹീന്ദ്രയുടെ വണ്ടികളാണെങ്കിലും അതല്ല മറ്റ് ഇലക്ട്രിക് കാറുകളാണെങ്കിലും റേഞ്ചിലൊരു വണ്ടി നോക്കുന്ന ആൾക്ക് ഒരു പ്രോപ്പർ SUV ലുക്കിലൊരു വണ്ടി വേണമെങ്കിൽ, ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള വണ്ടി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഹാരിയർ നല്ല ഓപ്ഷനാണ്. ഇതിൻ്റെ താഴെയുള്ള ബാറ്ററി പാക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് അപഹരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. അത് ഓടിക്കുമ്പോഴും നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനൊരു ഫ്രങ്ക് കൂടിയുണ്ട് എന്നുള്ളതാണ്. ഓഫ് റോഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും സഹായകമായിട്ടുള്ള ക്യാമറ ആയിട്ട് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ചേസിസ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതായത് നമുക്ക് വണ്ടിയുടെ അടിഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാമെന്നുള്ളത് തന്നെയാണ് 360 ക്യാമറയുടെ കൂടെ. പിന്നെ മുന്നിലും ഡിസ്ക് ബ്രേക്കുകൾ പോലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഹാരിയർ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ടാറ്റ EV ആണെന്ന് തോന്നുന്നു.